ഹലോ, വെൽക്കം ടു അദ്രിയാസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞങ്ങളിവിടെ സേഫാണ്. അപ്പോൾ ഇന്ന് ഒരു കേക്ക് വ്ളോഗാണ്. നമ്മുടെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ പിസ്ത കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ കേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട്. 1/2 kg കേക്കാണ്. അപ്പോൾ ഇതിലും ഞാനൊരു 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ടയും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ ഒരാൾ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അദ്രി കൂടെ ഇരുന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കേക്ക് ഉണ്ടാക്കാൻ മോളും അമ്മയും കൂടെ ഇരുന്ന് ചെയ്യുന്നു. അപ്പോൾ മുട്ടയും നമ്മുടെ എസൻസും കൂടി ബീറ്റ് ചെയ്യാൻ വെച്ചു. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1/2 കപ്പ് നമ്മുടെ പൗഡേർഡ് ഷുഗർ, നമ്മൾ ചോക്ലേറ്റ് കേക്കിന് ചെയ്ത പോലെ തന്നെ സെയിം. പക്ഷേ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്യുമ്പോൾ കൊക്കോ പൗഡറിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും മൈദപ്പൊടിയും, ഒരു നുള്ളു ഉപ്പും അതും കൂടി ഇട്ടിട്ടാണ് ഇവിടെയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ചെയ്തത്. പക്ഷേ ഇതിട്ടിട്ടില്ല, കൊക്കോ പൗഡർ ഇട്ടിട്ടില്ല. നമ്മുടെ ഇത് വാനില സ്പഞ്ചിൽ നമ്മൾ പിസ്തയുടെ ഫ്ലേവർ ആഡ് ചെയ്യാൻ ചെയ്യണേ. അപ്പോൾ അത് നന്നായിട്ട് ഫ്ലഫി ആക്കി വയ്ക്കുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാച്ച് ബൈ ബാച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും, പിന്നെ നമ്മുടെ പാലിൽ ഞാൻ പിസ്ത മിൽക്ക് എസൻസ് എനിക്ക് കിട്ടിയില്ല, അപ്പോൾ പിസ്ത എസൻസും, പിന്നെ ലൈറ്റായിട്ടൊരു ഗ്രീൻ കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ ഗ്രീനാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഗാർഡൻ ഗ്രീൻ കളർ ഒരു 2 ഡ്രോപ്സ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാലും ഇതിലും കൂടി മിക്സ് ചെയ്തിട്ട് ബാച്ച് ബൈ ബാച്ചായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യുക. ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ 1/4 കപ്പ് പാലിൽ നമ്മുടെ എസൻസും കളറും കൂടി മിക്സ് ചെയ്ത് വെച്ച ആ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കിയെടുക്കാം. ഇതാണ്. അപ്പോൾ കുറേശ്ശെ പാലും ഒഴിച്ച് കൊടുക്കാം. ഒരു സെറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക, പിന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ പാൽ ഒഴിച്ച് കൊടുക്കുക, പിന്നെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 ബാച്ചസ് പോലെ നമുക്കത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ഇളക്കി നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫ്ലഫിനെസ് പോവാനും പാടില്ല, എന്നാൽ മിക്സ് ആവും വേണം. അപ്പോൾ അത് നോക്കി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കറക്റ്റ് കളറിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിസ്തയും കൂടി ഞാൻ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ബേക്ക് ചെയ്യാൻ എടുക്കണേ. അപ്പോൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ജസ്റ്റ് പേപ്പറൊക്കെ വെച്ച് ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഞാനിന്ന് കുക്കറിലാണ് വെക്കണേ. അലുമിനിയം പാത്രത്തിലാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് അലുമിനിയം പാത്രത്തിലായിരുന്നു. ഇത് ഞാൻ കുക്കറിലാണ് വെക്കണത്. ഞാൻ അതിൻ്റെ മറ്റേ മുകളിലത്തെ വിസിൽ ഊരിയുണ്ട്. അപ്പോൾ 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാനെടുത്ത സമയം. എനിക്ക് കറക്റ്റ് 30 മിനിറ്റ്സ് ആയപ്പോഴേക്കും എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റ് കളറും വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അതൊക്കെ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കത് ഐസിങ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയിം നമ്മുടെ മിൽക്ക് മെയ്ഡും മിൽക്കും കൂടി യൂസ് ചെയ്തിട്ട് മിൽക്ക് സിറപ്പാണ് ഇതിലും ഞാൻ എടുത്തിരിക്കുന്നത്. ആ മിൽക്ക് സിറപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു വാനില എസൻസ്, ഒരു 1 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ ഈ നടുവിൽ തേക്കണ ഈ ക്രീമിൽ ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത്ര ചെയ്തിട്ടില്ല, എസൻസ് ഒഴിച്ചിട്ടില്ല. കാരണം മിൽക്ക് സിറപ്പിൽ എസൻസ് ഉണ്ട്. പിന്നെ ഈ ക്രീമിലും കൂടി എസൻസ് ഒഴിച്ച് വരുമ്പോൾ എസൻസിൻ്റെ കുത്ത് കുറേ നിൽക്കും. അപ്പോൾ നമ്മുടെ സർപ്രൈസ് കേക്ക് ആയതുകൊണ്ട് നമ്മുടെ സർപ്രൈസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വീഡിയോ ഓൺ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. പക്ഷേ നോക്കി കഴിഞ്ഞപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് നടുവിൽ നമ്മുടെ സർപ്രൈസ് വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തു. ഈ ഒരു കേക്ക് 2 സ്പെഷ്യലാണ്. ഒന്ന് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇതിൻ്റെ നടുവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു സീക്രട്ട് മെസ്സേജും കൂടിയുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കേക്കാണ് സീക്രട്ട് മെസ്സേജ് കേക്കെന്ന്. അപ്പോൾ ആ സീക്രട്ട് മെസ്സേജും കൂടി വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഒരു കേക്കിൽ 2 സർപ്രൈസുകളാണ് ഉള്ളത്. അപ്പോൾ ട്രെൻഡിങ് ആയ സീക്രട്ട് മെസ്സേജ് കേക്ക് ഇപ്പോൾ മിക്കയിടത്തും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്യണം. ഞാൻ ഫോണ്ടൻറ്റിൽ ഇപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് വെക്കണത്. ഫോണ്ടൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്.
അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ വയ്ക്കാം. ഇവിടെയാണ് ഞാൻ മെസ്സേജ് വെക്കാൻ നോക്കുന്നത്. അപ്പോൾ മെസ്സേജ് വെക്കാൻ ആ കേക്കിൻ്റെ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് അളവ് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഇതേ പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പേപ്പറിലാണ് ഞാൻ ചെയ്യണത്. ഫോണ്ടൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതാണ്. നമ്മളിപ്പോൾ പുറത്തേക്ക് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഫോണ്ടൻറ്റിൽ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ അതേ അളവിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. കാരണം പേപ്പറിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം പേപ്പർ ആയതുകൊണ്ട് ഇത് കുതിർന്ന് പോകും. കേക്കിൻ്റെ ഐസിങ്ങൊക്കെ ചെയ്ത് വരുമ്പോൾ കുതിർന്നിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പേപ്പറിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് പേപ്പറും കൂടി വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഫൈനൽ ഐസിങ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഫൈനൽ ഐസിങ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി ഈ ഒരു സംഭവം സീക്രട്ട് മെസ്സേജ് വെക്കണം എന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. ഞാൻ മുകളിൽ നേരെ ടോപ്പിൽ ഞാൻ ഐസിങ് കൊണ്ട് ചെയ്തു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നിട്ട് ഞാൻ മുകളിൽ നിന്ന് അതെടുത്ത് ഇത്തിരി ക്രീം അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ നമ്മുടെ സീക്രട്ട് മെസ്സേജ് വെച്ചിട്ട് പതുക്കെ ഇത് ഇളകി പോരും. ഫോണ്ടൻ്റ് ആണെങ്കിൽ അവിടെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ചെയ്യുക പതുക്കെ. പിന്നെ ഞാൻ ഇവിടെ ഒരു ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്തിട്ട് അതിലേക്കൊരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റൊസറ്റ ഡിസൈനാണ് കൊടുക്കുന്നത്. ഈ ഒരു നോസിൽ വെച്ചിട്ടൊരു റൊസറ്റ ഡിസൈൻ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത് ഇടയിൽ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് ഞാൻ ആ ഗ്യാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഡോട്ട് പോലെ വെച്ച് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയും ഈ ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ മുത്ത് പോലെ ഫുള്ള് റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ മുകളിൽ ഞാനൊരു ടോപ്പർ പോലെ ജസ്റ്റ് വൈറ്റ് ക്രീം കൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ രണ്ട് സർപ്രൈസ് നിറഞ്ഞ കേക്കാണിത്. ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട് സർപ്രൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.